നല്ലൊരു മഴയൊക്കെയുള്ള സമയത്ത് ബീഫ് കിട്ടിയാൽ ഇതുപോലൊരു ബീഫ് ചില്ലി ഉണ്ടാക്കിയിട്ട് കുറച്ച് കട്ടൻ ചായയും കൂടി കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റാട്ടോ. കട്ടൻ ചായയും ബീഫ് ചില്ലിയും കൂടി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നല്ല ടേസ്റ്റിയായ ഒരു ബീഫ് ചില്ലി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിൻ്റെ കൂടെ തന്നെ വളരെ എളുപ്പത്തിൽ നെയ്ച്ചോറ് കുക്കറിൽ 10 മിനിറ്റിനുള്ളിൽ നെയ്ച്ചോറ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു വലിയ സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് കനം കുറച്ചരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 5.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കുക്കറിലാവുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ചെമ്പിലൊക്കെ വെക്കണിച്ചാൽ 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. കുക്കറിലാവുമ്പോൾ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അരി വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അരമുണ്ട് ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വേണം കേട്ടോ അരിയിട്ട് കൊടുക്കാൻ. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് വേണം അരിയിട്ട് കൊടുക്കാൻ. നല്ല ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വിസിലൊക്കെ വെച്ച് ഒരു വിസിൽ വരുമ്പോഴേക്കും ചോറ് റെഡിയായിട്ടുണ്ടാവും. അപ്പോൾ ചോറ് റെഡിയാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട്. അതിന് വേണ്ടി കുറച്ച് നെയ്യ് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ബ്രൗൺ നിറമാകുമ്പോഴേക്കും അതൊന്ന് വറുത്ത് കോരുക. എന്നിട്ട് അതിലേക്ക് 1 ഉള്ളി കനം കുറഞ്ഞരിഞ്ഞതാണ് അതുകൂടി ചേർത്തിട്ട് അതും ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. പാകത്തിനായി വന്നിട്ടുണ്ട്. അരിയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. 6 ഗ്ലാസ് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ വേവ് കൂടി പോകും. 3 ഗ്ലാസ് അരിക്ക് ഒരു 5.25 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. ഇതിലേക്ക് നേരത്തെ ഞാൻ വറുത്ത് കോരി വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ബീഫ് ചില്ലി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ല, അതുപോലെ വലിയ കഷ്ണങ്ങളായി തന്നെ കുക്കറിലിട്ട് വേവിക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ വരുമ്പോഴേക്കും നമ്മൾ ഇറച്ചി വെന്തിട്ടുണ്ടാവും. ഒരു 3/4 വേവൊക്കെ ഒരു 80% വെന്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് പൊരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു 80% വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇത് ചൂടാറിയ ശേഷം ഇനി ഇത് നീളത്തിൽ മുറിച്ചെടുക്കണം. അതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. ഇനിയും കനം കുറച്ച് അരിയാണെങ്കിൽ അങ്ങനെ ഓരോരുത്തരെ ഇഷ്ടം പോലൊക്കെ മുറിക്കട്ടോ.
ഞാൻ അപ്പോൾ ഇതുപോലെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അല്ലാതെ കനം കുറച്ചാൽ പൊടിഞ്ഞു പോകും. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് മുഴുവനായി ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാലയും 1 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് മുളക് ചതച്ചതാണ്, ഉണക്കൽ മുളക് ചതച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലൊന്ന് ഇങ്ങനെ മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ടത് ഒരു 10-15 മിനിറ്റൊക്കെ നമ്മൾ മാറ്റി വെക്കണം, മൂടി വെച്ചിട്ട് മാറ്റി വെക്കണം. അതിന് ശേഷം ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ആദ്യം കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഫ്രൈ ആയി വരും കേട്ടോ, വെന്തരച്ചല്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള ബീഫ് കഷ്ണങ്ങൾ ഇതുപോലെ ഇട്ട് പൊരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ബീഫ് ചില്ലി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ.